നമസ്കാരം. ഞങ്ങളുടെ ഈ വീഡിയോ ഗെറ്റ് റോസ്റ്റ് വിത്ത് ഗായത്രി എന്ന ചാനലിൽ വന്ന റോസ്റ്റിംഗ് ഹോമോഫോബിയ ആൻഡ് ട്രാൻസ്ഫോബിയ എന്ന വീഡിയോയ്ക്കുള്ളൊരു റെസ്പോൺസാണ്. സ്വവർഗരതി അഥവാ ഹോമോസെക്ഷുവാലിറ്റി. ഞങ്ങൾ ഈ ഒരു പദം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കോമൺ ക്രൗഡിൻ്റെ ഫെമിലിയാരിറ്റിയെ മാനിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. ഹോമോസെക്ഷുവാലിറ്റിക്കും ട്രാൻസ്ജെൻഡറിസത്തിനും എതിരായി സംസാരിക്കുന്ന ആളുകൾ കൂടുതൽ സംസാരിക്കുന്നത് അവരത് സ്വയമേ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടും മനസ്സിലാവാത്തത് കൊണ്ടുമാണെന്നാണ് ഗായത്രിയുടെ വാദം. പക്ഷേ ഗായത്രിയുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഗായത്രി പോലും നീതി പുലർത്തിയിട്ടില്ല എന്നാണ്. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണം തന്നെ നാച്ചുറൽ ലോയെ പരാമർശിച്ചിട്ടുള്ള ഗായത്രിയുടെ ചില ഉദാഹരണങ്ങളായിരുന്നു. അരിസ്റ്റോട്ടലിന്റെ നിക്കോമേക്കിയൻ എത്തിക്സിൽ സെക്ഷുവാലിറ്റീസിന്റെ ഒരു താരതമ്യ പഠനം രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ അദ്ദേഹം ഡിസോർഡർഡ് പ്ലഷേഴ്സിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ചില സർക്കിളുകളിൽ ആളുകൾ പ്ലേറ്റോയുടെ ഹോമോസെക്ഷൽ ഇൻക്ലിനേഷൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന സൂചനകൾ നിലനിൽക്കെ പ്ലേറ്റോ ദ ലോസ് എന്ന വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിൽ പ്രോക്രിയേഷൻ ഇടം നൽകുമ്പോൾ മാത്രമേ സെക്ഷുവൽ റിലേഷൻസ് നാച്ചുറൽ ആവുള്ളൂ എന്ന് വാദിക്കുന്നു. ആയതിനാൽ സെക്ഷുവൽ പ്ലഷർ നാച്ചുറൽ ആവുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ സെയിം സെക്സ് സെക്ഷുവൽ ആക്ടിവിറ്റി അൺനാച്ചുറൽ ആണെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു. കാലങ്ങൾക്ക് മുൻപ് അരിസ്റ്റോട്ടലും പ്ലേറ്റോയും ഇങ്ങനെ ഒരു കാര്യം പ്രസ്താവിച്ചപ്പോൾ അന്നും ഗായത്രി ഉന്നയിച്ച ഉദാഹരണങ്ങളുടെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് വന്ന് പിന്നീട് വീട് വെച്ച് താമസിച്ച മനുഷ്യരും പ്ലേറ്റോ ഉൾപ്പെടെ വസ്ത്രങ്ങൾ ധരിച്ചും പഴങ്ങൾ പറിച്ചു തിന്നും ജീവിച്ച മനുഷ്യരും ഒരു പക്ഷേ മൃഗങ്ങളുടെ ഇടയിലെ ഹോമോസെക്ഷൽ ആക്ടിവിറ്റീസിനെയും പറ്റിയും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നിരിക്കണം. കോൺസിക്വന്റ്ലി ഒന്നെങ്കിൽ പ്ലേറ്റോ തനിക്ക് ചുറ്റും ജീവിച്ച വ്യക്തികളെക്കാൾ വിഡ്ഢിയായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഗായത്രി നാച്ചുറൽ എന്ന് പ്ലേറ്റോ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത്. ബേസിക്കലി എ സ്ട്രോമൻ ഫാലസി. ഞങ്ങൾ ഒരിക്കലും പ്ലേറ്റോ ഒരു വിഡ്ഢിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഗായത്രി ഇവിടെ കാണിച്ച ഇഗ്നോറൻസ് മേൽപ്പറഞ്ഞ ഹോമോസെക്ഷുവാലിറ്റിയെയും ട്രാൻസ്ജെൻഡറിസത്തെയും എതിർത്ത് സംസാരിക്കുന്ന ആളുകളുടെ ഇഗ്നോറൻസിനേക്കാൾ വളരെ വലുതാണ്. ഇൻഫാക്ട് ഇറ്റ്സ് 2 millennium ഓഫ് ഇഗ്നോറൻസ്. ഇതിന്റെ അടിസ്ഥാന ആശയം അധികം കോംപ്ലിക്കേറ്റഡ് അല്ല. മാത്രമല്ല ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്ന നമ്മളുടെ ഡെയിലി ലൈഫിലെ ഉദാഹരണങ്ങൾ വെച്ച് ഏകദേശമെങ്കിലും ഇത് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെടിയുടെ നേച്ചറിലുള്ള കാര്യമാണ് അതിന് വളരുവാൻ വെള്ളവും സൺലൈറ്റും ആവശ്യമാണ് എന്നുള്ളത്. എന്നാൽ ആ സൺലൈറ്റിന്റെ അളവ് കൂടുകയോ വെള്ളം കുറഞ്ഞു പോവുകയോ ചെയ്താൽ ആ ചെടിക്ക് ദോഷകരമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു മരത്തിനെ സംബന്ധിച്ചിടത്തോളം മണ്ണിലേക്ക് അതിന്റെ വേരുകൾ ഇറക്കി അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളവും മറ്റു മിനറൽസും വലിച്ചെടുക്കുക എന്നുള്ളത് അതിന്റെ നേച്ചറാണ്. ഏതെങ്കിലും കാരണങ്ങളാൽ ഒരു മരത്തിൽ ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദോഷകരമായ അവസ്ഥയാണ്. ഇനിയും നോക്കുകയാണെങ്കിൽ ഒരു അണ്ണാൻ കായ് ശേഖരിക്കുന്നതും അതിന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ കുതിരയോടുന്നതും അതിന്റെ പ്രകൃതം അഥവാ നേച്ചറാണ്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് അതിനെ സംബന്ധിച്ച് നല്ലതും ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഇത് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് ദോഷകരവുമാണ്. മേൽപ്പറഞ്ഞ ഓരോ ജീവജാലങ്ങളുടെയും നമ്മളിപ്പോൾ കണ്ട ഈ നേച്ചറാണ് ആ ജീവജാലത്തിന്റെ അഭിവൃദ്ധി അല്ലെങ്കിൽ ഫ്ലറിഷ്മെന്റിന് കാരണം. ഇങ്ങനെയിരിക്കെ ഒരണ്ണാന്റെ ഒടിഞ്ഞ കാൽ ഒരു ചെറിയ സ്പ്ലിന്റ് ഇട്ട് വെച്ച് കെട്ടി അതിനെ തിരിച്ചും ഓടിച്ചാടാൻ പ്രാപ്തനാക്കുന്നതും ചെടികൾക്ക് ആവശ്യമായ വെള്ളം മഴയിലൂടെ മാത്രമല്ലാതെ വാട്ടർ സ്പ്രിംഗ്ലേഴ്സും മറ്റും യൂസ് ചെയ്യുന്നതുമൊക്കെ അൺനാച്ചുറൽ ആണെന്ന് വാദിക്കുന്നത് വല്ലാത്ത വിഡ്ഢിത്തമല്ലേ? ഈ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യനിർമ്മിതവും അതിനാൽ തന്നെ ആർട്ടിഫിഷ്യൽ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നതുമായ ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ റെലവൻസ് സെൻസിൽ അൺനാച്ചുറലോ പ്രകൃതി വിരുദ്ധമോ അല്ല എന്നുള്ളതാണ്. Which means a splint doesn't frustrate the realization of the ends a squirrel has to fulfill in order to flourish as the kind of thing it is, and sprinklers don't frustrate the ends grass must realize in order to flourish as the kind of the thing it is. On the contrary, the splint and the sprinklers facilitate the realization of those ends. ഒരു മരത്തിനോ അല്ലെങ്കിൽ ഒരു അണ്ണാനോ ഇത് നാച്ചുറൽ ആണെന്ന് നമ്മൾ പറയുമ്പോൾ ആരും ഈ അപ്പീൽ ടു നേച്ചർ ഒരു നിസ്സാരമായ കാര്യമാണെന്ന് പറഞ്ഞ് എതിർക്കാറില്ല. ആഫ്റ്റർ ഓൾ ഇവയെല്ലാം ലോസ് ഓഫ് നേച്ചറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും ലോ ഓഫ് ഫിസിക്സിന് ജനറലി വിധേയമാണെങ്കിലും ഇവയ്ക്ക് ഓരോന്നിനും അവയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമായ സവിശേഷ സ്വഭാവങ്ങളുമുണ്ട്. ഒരു അണ്ണാൻ കുതിരിച്ചാടേണ്ടത് അതിന്റെ ഫ്ലറിഷിങ്ങിന് ആവശ്യമാണ്. എന്നാൽ അതൊരു മരമോ പക്ഷിയോ ആണെങ്കിൽ അതിന്റെ ഫ്ലറിഷിങ്ങിന് ആവശ്യമായത് മറ്റൊന്നായിരിക്കും. ഒരു കാലില്ലാതെ ഒരു അണ്ണാൻ ജനിച്ചാൽ അത് നാച്ചുറൽ ആണെന്ന് ആരും പറയാറില്ല. അതുപോലെ തന്നെ ഒരു മരം അതിന്റെ വേരുകൾ മണ്ണിലേക്ക് ഇറക്കാൻ കഴിയാതെ വീണുപോയാൽ അതും നാച്ചുറൽ ആണെന്ന് ആരും വാദിക്കില്ല.
കാരണം ഈ സാഹചര്യങ്ങളെല്ലാം ഇടയ്ക്ക് പ്രകൃതിയിൽ കാണാൻ കഴിഞ്ഞാലും നമ്മൾ ഇതിനെ ഡിഫെക്ട്സ് എന്ന് വിളിക്കാറുള്ളൂ. സപ്പോസ് അണ്ണാൻ ഒരു റാഷണൽ ബീയിങ് ആണെന്ന് വയ്ക്കുക. അത് വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും അതിനു വേണ്ട ഫുഡ് ശേഖരിക്കാനും ആഗ്രഹിക്കുന്നത് നാച്ചുറലും അതിനെ സംബന്ധിച്ച് നല്ലതുമായ ഒരു കാര്യമാണ്. നേരെ മറിച്ച് വേട്ടക്കാർക്ക് സ്വയം കീഴടങ്ങുവാനും വല്ല കല്ലോ ടൂത്ത് പേസ്റ്റോ മറ്റോ കഴിക്കാനും അത് തീരുമാനിക്കുകയും ചെയ്യുന്നത് അത് അൺനാച്ചുറലും അതിന് ദോഷകരമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ അത് പ്രവർത്തിക്കാൻ കാരണമായ ഫാക്ടേഴ്സ് എന്തും തന്നെ ആവട്ടെ, ഫോർ എക്സാമ്പിൾ അതിൻ്റെ ബ്രെയിൻ ഡാമേജ്, അല്ലെങ്കിൽ ഇതുപോലെ അൺനാച്ചുറൽ ഡിസയേഴ്സ് ഉണ്ടാക്കുന്ന ജനറ്റിക് അനോമലീസ്, ബാഡ് സ്ക്വിറൽ അപ്ബ്രിങ്ങിങ്, സ്ക്വിറലിൻ്റെ പിയർ പ്രഷർ, നാച്ചുറലോ എതിർക്കുന്ന സ്ക്വിറൽ ഫിലോസഫേഴ്സിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഓർ ഈവൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ സ്ക്വിറൽ പോപ്പ് കൾച്ചർ. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാരണങ്ങൾ എന്ത് തന്നെ ആയാലും ഒരു അണ്ണാൻ സ്വയമേ അതിൻ്റെ ശത്രുക്കൾക്ക് കീഴടങ്ങാൻ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ അതിന് ദോഷകരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അതിപ്പോൾ എത്ര ശക്തമായ ആഗ്രഹത്തിൻ്റെ പുറത്താണെന്ന് പറഞ്ഞാലും അതൊരിക്കലും നാച്ചുറലായ ഒരു കാര്യമാവാൻ പോകുന്നില്ല. എന്നാൽ നേരെ മറിച്ച് ആ അണ്ണാൻ്റെ സ്വഭാവം എത്ര ആഴത്തിൽ ഡിസ്റ്റോർട്ടഡും അൺനാച്ചുറലുമാണെന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരുപാട് ഹോൾസ് വീണിട്ടുള്ള ഒരു ഹോസ് പൈപ്പ്. അതിലൂടെ ഇനി വെള്ളം ലഭിക്കുക പ്രയാസമാണ്. അല്ലെങ്കിൽ ഒരു മുന്തിരിച്ചെടിയെ പോലെ അതിൻ്റെ ഗ്രോയിങ് പാറ്റേൺ വളച്ചൊടിച്ചതിനാൽ അത് അതിനെ തന്നെ വരിഞ്ഞു മുറുക്കി കൊല്ലേണ്ട ഒരവസ്ഥ. Now for an example closer to home. പ്ലഷറിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഭക്ഷണത്തിന് ബയോളജിക്കൽ പോയിന്റ് പ്ലഷർ നൽകുകയല്ല, മറിച്ച് ഒരു ജീവിക്ക് ആരോഗ്യത്തോടെ നിലനിൽക്കാൻ ആവശ്യമായ പോഷകങ്ങൾ നൽകുക എന്നതാണ്. മനുഷ്യർക്ക് പ്ലഷർ ഓഫ് ഈറ്റിംഗ് ഈ ലക്ഷ്യം നിറവേറ്റുന്നതിന് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനുള്ള പ്രകൃതിയുടെ ഒരു മാർഗം മാത്രമാണ്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെയോ സെക്ഷൽ ഇൻറ്റിമസിയുടെയോ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് വിശകലനം ചെയ്യുമ്പോൾ പ്ലഷറിന് ഊന്നൽ നൽകുന്നത് ഇറ്റ്സ് ലൈക്ക് പുട്ടിംഗ് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ്. പ്ലഷറിന് സ്ഥാനമുണ്ട്, പക്ഷേ അത് സെക്കൻഡറി ആണ്. പോഷകങ്ങൾ കണക്കിലെടുക്കാതെ പ്ലഷറിന് വേണ്ടി മാത്രം കഴിക്കുന്ന ആളുകൾക്ക് ഈറ്റിംഗ് ഡിസോർഡർ ആണെന്നാണ് നമ്മൾ പറയുക. ക്ലാസിക്കൽ നാച്ചുറൽ ലോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇലാബറേറ്റ് വീഡിയോ ഞങ്ങൾ പുറകെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ നൽകാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഗായത്രി ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇറക്കുന്നുണ്ട് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതായി കേട്ടു. അതിനാൽ തന്നെ ഞങ്ങളുടെ ഈ റെഫ്യൂട്ടേഷനിലൂടെ ഒരു പക്ഷേ ഗായത്രിക്ക് ഒരു വൈഡർ സ്കോപ്പ് അഡ്രസ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. അറ്റ് ദിസ് പോയിന്റ് നമ്മൾക്ക് അവശേഷിക്കുന്നത് ഗായത്രി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റീസിലെ ആളുകളുടെ പലവിധ പരാതികളും മറ്റ് വിഷമങ്ങളുമാണ്. പക്ഷേ ഒരു പോസിറ്റീവ് കേസ് ഫോർ ദ കോൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ജെൻഡറിസം ഓർ ഹോമോസെക്ഷുവാലിറ്റി ഇസ് നോട്ട് അവൈലബിൾ. വെറാസ് ഞങ്ങൾ ഇവിടെ ഒരു പോസിറ്റീവ് കേസ് ചെയ്തിരിക്കുകയാണ് അൺലെസ് റെഫ്യൂട്ടഡ്. എന്നാൽ ആ വീഡിയോയിൽ ട്രാൻസ്ജെൻഡറിസം ഒരു മെന്റൽ ഡിസോർഡർ ആണെന്നുള്ളത് WHO ഡീക്ലാസിഫൈ ചെയ്ത കാര്യം കണ്ടു. അതിന് ഞങ്ങൾ ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റലിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫോമർ സൈക്യാട്രിസ്റ്റ് ഇൻ ചീഫ് ഡോക്ടർ പോൾ ആർമെക്യൂനെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം 6 പുസ്തകങ്ങളുടെയും അറ്റ്ലീസ്റ്റ് 125 പിയർ റിവ്യൂഡ് മെഡിക്കൽ ആർട്ടിക്കിൾസിൻ്റെയും ഓതറാണ്. ട്രാൻസ്ജെൻഡറിസത്തെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു മെൻ്റൽ ഡിസോർഡർ എന്നാണ് ഡോക്ടർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സെക്സ് ചേഞ്ച് ബയോളജിക്കലി ഇംപോസിബിൾ ആയൊരു വസ്തുതയാണ്. സെക്സ് റീഅസൈൻമെൻറ്റ് സർജറീസ് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഈ ഒരു മെൻ്റൽ ഡിസോർഡറുമായി സഹകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ഇൻഫാക്ട് ഡോക്ടർ പോൾ ഹോപ്കിൻസ് ഹോസ്പിറ്റലിലെ എല്ലാ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറീസും നിർത്തിവെക്കുന്നതിലും വിജയിച്ചു. ഇതൊക്കെ ആയിരുന്നാലും പൂർണ്ണമായും ഈ ഇഷ്യൂ ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഗായത്രി ഇറക്കിയ വീഡിയോയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾക്കെതിരായാണ് ഞങ്ങൾ പ്രധാനമായും വാദിക്കുന്നത്. ട്രാൻസ്ജെൻഡറിസത്തെ എതിർക്കുന്നത് കൊണ്ട് ആളുകൾ തെറ്റാണ് എന്നാണോ? ഈ ആളുകൾ ഇഗ്നോറൻ്റ് ആണോ? ആളുകൾക്ക് ഇഗ്നോറൻ്റ് ആവാനും എന്നാൽ ട്രഡീഷണലി ശരിയാകാനും സാധിക്കുമോ? ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗായത്രിയുടെ വീഡിയോയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പുകളുടെ ലിസ്റ്റിനേക്കാൾ കൂടുതൽ അടിച്ചമർത്തപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളുടെ പൂർവികരും പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും പരമ്പരാഗത മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ആളുകളും തന്നെയായിരിക്കും. ഗ്രീക്ക് കൾച്ചറിലേക്ക് നോക്കിയാൽ ഹോമോസെക്ഷുവാലിറ്റി അതിൽ വ്യാപകമായിരുന്നിട്ടും ഗ്രീക്കുകാർ ഹോമോസെക്ഷുവാലിറ്റി ഒരുതരം ഐഡന്റിറ്റി ആയിട്ടോ ബേസിക് ഓറിയന്റേഷൻ ആയിട്ടോ കണ്ടിട്ടില്ല. Any more than blindness or pica entails a kind of identity or orientation. അവരെ സംബന്ധിച്ചിടത്തോളം ഹോമോസെക്ഷുവാലിറ്റി മനുഷ്യർക്കുണ്ടാകുന്ന ബാക്കി ചില ഡിസയർസ് പോലെ അവർ കണക്കാക്കിയിരുന്നു. മറ്റേതൊരു ഡിസയറും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ അത് നല്ലതോ ചീത്തയോ എന്ന് ഡിസൈഡ് ചെയ്യപ്പെടേണ്ടോ.
അവരിൽ ചിലർ അത്തരം ഡിസയർസിനെ അക്സെപ്റ്റബിൾ എന്ന് വിധിച്ചു. എന്നാൽ അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോയും പോലെയുള്ളവർ ഇത് അംഗീകരിച്ചില്ല. പ്ലേറ്റോയിലും അരിസ്റ്റോട്ടലിലും അധിഷ്ഠിതമായിരിക്കുന്നത് മിഡീവൽ നാച്ചുറൽ ലോ ട്രഡീഷൻ സെയിം സെക്സ് ഡിസയർ മനസ്സിലാക്കുന്നതിനും ഈ സമീപനത്തെയും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നതിനുമായിരുന്നു. ഗ്രീക്കുകാരെ പോലെ തന്നെ ഇതിലൂടെ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളൊരു വിഷയത്തെ ഒരു വിഭാഗം ആളുകളെ അപ്രൂവ് ചെയ്യാനോ ബഹിഷ്കരിക്കാനോ ഉള്ള പ്രശ്നമായി അവർ കണ്ടില്ല. മറിച്ച് ഒരു പ്രത്യേകതരം ആഗ്രഹത്തെ അപ്രൂവ് ചെയ്യണോ അതോ ബഹിഷ്കരിക്കണോ എന്നതായിരുന്നു മെഡീവൽ നാച്ചുറൽ ലോ ട്രഡീഷന്റെ ചർച്ചാ രീതി. നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ഫീച്ചേഴ്സിനെ അതിന്റെ ഫംഗ്ഷനാലിറ്റി ഇല്ലാതെ വിശേഷിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. കാഴ്ച എന്ന ഫംഗ്ഷനാലിറ്റിയെ പരാമർശിക്കാതെ കണ്ണിനെ വിവരിക്കാനോ അല്ലെങ്കിൽ രക്തം പമ്പ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റിയെ പരാമർശിക്കാതെ ഹൃദയത്തിനെ ചിത്രീകരിക്കാനോ കഴിയില്ല. ഇത് സെക്ഷൽ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആവുന്ന ഒരു വസ്തുതയാണ്. ഉദാഹരണത്തിന് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ മെയിൽ ഗാമേറ്റ്സിനെ ഫീമെയിൽ ഗാമേറ്റ്സിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പ്രവർത്തനത്തെ സഹായിക്കണം. ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സിനെ പോലെ തന്നെ ഇത് ചില സൈക്കോളജിക്കൽ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് വിശപ്പും ദാഹവും നമ്മെ കഴിക്കുവാനും കുടിക്കുവാനും പ്രാപ്തരാക്കുന്നു. അതുവഴി നമുക്ക് സെൽഫ് സസ്റ്റനൻസിന് വേണ്ട ജലാംശവും മറ്റ് പോഷകങ്ങളും ലഭിക്കുന്നു. ബയോളജിക്കൽ ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഒരിക്കലും അത് നിർവഹിക്കാൻ കഴിയാത്ത ചില ജീവികളുടെ ഉദാഹരണങ്ങളെ അടിസ്ഥാനമാക്കി അല്ല ഇരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള അന്ധരായ ആളുകൾ മൂലം ഒരിക്കലും ഒരു കണ്ണിന്റെ കാഴ്ച എന്ന ഫംഗ്ഷനാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഒട്ടും കുറയുന്നില്ല. അത് മാത്രമല്ല, അന്ധരുടെ കണ്ണുകൾക്ക് കാഴ്ചയുള്ള ആളുകളുടെ കണ്ണുകളേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനമുണ്ടെന്ന് നമ്മളാരും പറയാറില്ല. അന്ധരായാലും കാഴ്ചയുള്ളവരായാലും കണ്ണുകൾക്ക് ഫംഗ്ഷൻ സെയിം ആണ്, കാണുക. അന്ധർക്ക് പല കാരണങ്ങളാൽ ആ പ്രവർത്തനം നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പീക്ക ഡിസോർഡർ ബാധിച്ച ആളുകളുടെ കാര്യം. അവർ പോഷകമൂല്യമില്ലാത്ത അഴുക്കും കല്ലുകളും മറ്റു ലോഹങ്ങളും എല്ലാം കഴിക്കുവാൻ നിർബന്ധം കാണിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിശപ്പ് എന്ന സൈക്കോളജിക്കൽ ഫീച്ചർ നമ്മളെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പീക്ക ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളുകൾ വിശപ്പുണ്ടാവുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ പോഷകങ്ങൾ ശരീരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. എല്ലാവരിലും വിശപ്പിന് ഒരേ ബയോളജിക്കൽ ഫംഗ്ഷനിങ്ങേ ഉള്ളൂ. ഇത് ഒരു മെന്റൽ ഡിസോർഡർ കാരണം പീക്ക ബാധിച്ച ആളുകൾക്ക് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഹോമോസെക്ഷുവാലിറ്റി ഓർ ട്രാൻസ്ജെൻഡറിസം എന്ന ആശയം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ അവയിലൂടെ ഉണ്ടാവുന്ന ഒന്നോ അതിലധികമോ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞേക്കും. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ യുക്തിരഹിതമായ പല പൊരുത്തക്കേടുകൾ തോന്നുകയുമാവാം. അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമോ അതിനുള്ള കഴിവോ ഇല്ലാത്തൊരവസ്ഥയായതുകൊണ്ടായിരിക്കാം അവർ അതിന് മുതിരാത്തത്. എന്നാൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ ആ ഇൻകൊഹറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. And if you are interested, maybe you can address this in your next video.